Hello everyone, welcome to my YouTube channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. ഇതിലെ ഫസ്റ്റ് പാർട്ട് ഇന്ന് പഠിക്കാം. അതായത് 3 പാർട്ടായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഇന്നത്തെ ലെക്ചർ പ്രഷർ ഹെഡ്, പാസ്കൽസ് ലോ, അറ്റ്മോസ്ഫിയറിക് ഗേജ് ആൻഡ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ എന്താണ്, ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ അത് അതിന്റെ ബോട്ടത്തിലും സൈഡ് വാൾസിലും പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ സൈഡ് വാൾസിലുള്ള പ്രഷർ വേരിയേഷൻ ഇങ്ങനെയായിരിക്കും. ബോട്ടത്തിൽ ഇതൊരു മൊത്തം വെയിറ്റ്, ഒരു ഹൈറ്റ് സ്മോൾ എച്ച് ആണ് ഇതുള്ളതെങ്കിൽ അത്ര ഹൈറ്റിലുള്ള ലിക്വിഡിന്റെ വെയിറ്റ് ആണ് ഇത് താഴെ എക്സേർട്ട് ചെയ്യുക. അപ്പം ആ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇവിടെ ക്യാപിറ്റൽ എ ആണെങ്കിൽ ആ വെയിറ്റ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ അതിന്റെ പ്രഷർ സ്മോൾ പി വെച്ച് പ്രഷർ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രഷർ കിട്ടും. അതാണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ, ബോട്ടത്തിലും സൈഡിൽ ലീനിയർ വേരിയിങ് ആയിട്ടും ഇത് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, വെൻ ഫ്ലൂയിഡ് ഇസ് ഇൻ റെസ്റ്റ്. ഇനി നമ്മൾ പ്രഷർ ഹെഡ് എന്താണെന്ന് പഠിക്കാം. സി, ഒരു വെസൽ, അതിൽ ഫ്ലൂയിഡ് ഉണ്ട് ടിൽ എ ഹൈറ്റ് സ്മോൾ എച്ച്. അതിൽ നമ്മളൊരു കോളം ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കോളത്തിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ ആണ്. അത് ക്യാരി ചെയ്യുന്ന വെയിറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത്. സ്മോൾ പി വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പം ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു എന്താണ്, വോള്യൂം ആണ് അല്ലെ. അപ്പൊ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, rho g ആണ്. ഓക്കെ, ലെറ്റ്സ് കീപ് ഇറ്റ് ആസ് വെയിറ്റ് ഡെൻസിറ്റി ഇറ്റ്സെൽഫ്. അപ്പൊ വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു ഇവിടുത്തെ വോള്യൂം എന്താണ്, ക്യാപിറ്റൽ എ ഇൻറ്റു സ്മോൾ എച്ച്, ഈ കോളത്തിന്റെ അല്ലേ. അപ്പം നമ്മൾക്ക്, അതായത് ഈ കോളത്തിന്റെ. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എ ഇൻറ്റു എച്ച്. അപ്പൊ നമുക്കറിയാം വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പൊ ഇതിൽ നിന്ന് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, വെയിറ്റ് ഡെൻസിറ്റി എ എച്ച് ഡിവൈഡഡ് ബൈ എ, അതായത് പ്രഷർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു ഹെഡ് എച്ച്. അത് കിട്ടി നമുക്ക് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രഷറിന്റെ ഇക്വേഷൻ. അതായത് പ്രഷർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു എച്ച്, അതായത് ഹെഡ്. അപ്പൊ നമുക്ക് പ്രഷറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ആസ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ കെ പി എ കിലോ പാസ്കൽ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, അല്ലെങ്കിൽ എം പി എ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അങ്ങനെ പല യൂണിറ്റ്സിലായിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം പ്രഷറിനെ. ഓൾസോ പ്രഷർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഹൈറ്റ് ഓഫ് കോളം. ഇതിപ്പോ നമുക്കൊരു കോളം, ഒരു ലിക്വിഡിന്റെ കോളം ഉണ്ടല്ലേ, അതിന്റെ ഹൈറ്റ് ആയിട്ടും ഇത് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾക്ക് ഹൈറ്റ് ഓഫ് കോളം ഓഫ് ഇക്വിവാലന്റ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് കോളം ഇങ്ങനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇൻ മീറ്റർ ഓർ മില്ലിമീറ്റർ, ഇത്ര mm ഓഫ് മെർക്കുറി അല്ലെങ്കിൽ ഇത്ര മീറ്റർ ഓഫ് വാട്ടർ, അങ്ങനെയും റെപ്രസെന്റ് ചെയ്യും. അതാണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിൽ വെയിറ്റ് ഡെൻസിറ്റി, വാട്ടറിന്റെ ആണെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്തായിരിക്കും, നമുക്കറിയാം വെയിറ്റ് ഡെൻസിറ്റി 10⁻³ ഇൻറ്റു 9.81 ആണ് അല്ലെ, റോ ജി എന്ന് പറയുന്നത്. അതായത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദിസ് ഇസ് ഫോർ വാട്ടർ. വേറൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ എന്ത് വേണം, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനോട് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 9.81 മൾട്ടിപ്ലൈ ചെയ്താൽ അത് ആ ഒരു ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇത് ബേസ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ഓയിൽ കോളം ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 equivalent to a gauge pressure of 20.3 kPa. അപ്പൊ നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദാറ്റ് കോളം അല്ലെ. അപ്പം ഹൈറ്റ് ഓഫ് കോളം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് എൻ ഓയിൽ. അപ്പം ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 0.9 ഇൻറ്റു നമ്മുടെ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു എച്ച്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് കെ പി എയിലാണ്. അപ്പൊ അത് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 20.3. അപ്പം എച്ച് ഇസ് ഈക്വൽ ടു 2.3 മീറ്റർ എന്ന് കിട്ടും. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തത് നമ്മൾ പാസ്കൽസ് ലോ ആണ് പഠിക്കാൻ പോകുന്നത്.
പാസ്കൽസ് ലോ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് വെസൽ ഇല്ലേ, ഇതിലുള്ള ഒരു ട്രയാങ്കുലർ എലിമെന്റ് എടുക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഉള്ളിലൊരു വെയിറ്റ്, ലിക്വിഡിന്റെ വെയിറ്റ് W ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ട്രയാങ്കുലർ എലിമെന്റ് നമ്മൾ എടുക്കണം. അപ്പൊ ട്രയാങ്കുലർ എലിമെന്റിന് 3 ഡയറക്ഷനിൽ പ്രഷർ ഉണ്ടാവും അല്ലെ. ഇപ്പൊ പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ at any point in that fluid നമ്മൾ ഒരു എലിമെന്റ് എടുക്കുമ്പോൾ അതിന്റെ പ്രഷർ ഇന്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ സ്മോൾ പി എക്സ്, സ്മോൾ പി വൈ, സ്മോൾ പി സെഡ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് പ്രഷർ ഇൻ എക്സ് വൈ ആൻഡ് ഡയഗണൽ ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഇസ് ഈക്വൽ ടു പി വൈ ഇസ് ഈക്വൽ ടു പി സെഡ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് സ്മോൾ സെഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ പ്രൂഫിൽ കടക്കാം. നമുക്ക് പ്രഷർ ഇൻ സെഡ് ഡയറക്ഷൻ അത് എന്ന് പറയുന്നത് ഫോഴ്സിലേക്ക് മാറ്റാം നമുക്ക് ഇതിനെ. ഓക്കെ, ഫോഴ്സ്, പ്രഷർ ഫോഴ്സ് പി ഇൻ സെഡ് ഡയറക്ഷൻ. പ്രഷറിൽ കാണിക്കുന്നതെല്ലാം, ഫോഴ്സിൽ കാണിക്കുന്നതെല്ലാം ഞാൻ ക്യാപിറ്റലിൽ ഇടാം. ഓക്കെ, അപ്പം പി ക്യാപിറ്റൽ സെഡ് ഇസ് ഈക്വൽ ടു പ്രഷർ, അതിന്റെ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. അത് ആക്ട് ചെയ്യുന്നത് എ ബി ഇൻറ്റു 1 യൂണിറ്റിലാണ്. അപ്പം എ ബി ഇൻറ്റു 1 യൂണിറ്റ് ഇങ്ങനെ. അതേമാതിരി പ്രഷർ ഇൻ വൈ ഡയറക്ഷൻ, പ്രഷർ ഫോഴ്സ് ഇൻ വൈ ഡയറക്ഷൻ ദാറ്റ് ഇസ് സ്മോൾ പി വൈ ഇൻറ്റു ബി സി. ഇത് ആക്ട് ചെയ്യുന്നത് ബി സിയിലാണ്, ഇൻറ്റു 1 യൂണിറ്റിൽ, ബി സി ഇൻറ്റു 1. അതായത് പിന്നെ പ്രഷർ ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഏരിയ എ സി ഇൻറ്റു 1. ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ കോമ്പണന്റ് ആക്കി തിരിക്കാം. റിസോൾവിംഗ് ഫോഴ്സസ്, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ 3 ഫോഴ്സസ് ആണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് പി സെഡ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് പി വൈ ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് പി എക്സ് ഉണ്ട്. സോറി, പി ക്യാപിറ്റൽ എക്സ്. ഇത് തീറ്റ ആംഗിളിലാണ്. നമ്മൾക്ക് പി സെഡ് ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പി വൈ എന്ന് കിട്ടി. അപ്പം പി സെഡ് ഇൻറ്റു കോസ് തീറ്റ, അപ്പം പി സെഡ് എന്താണ്? നമ്മുടെ സ്മോൾ പി സെഡ് ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ, ഇൻറ്റു എ ബി ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ. ഞാൻ 1 പോലെയുള്ള ക്വാണ്ടിറ്റി ഒക്കെ നെഗ്ലക്ട് ചെയ്യാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എ ബി ഇൻറ്റു കോസ് തീറ്റ ദിസ് ഇസ് ഈക്വൽ ടു പി വൈ എന്ന് കിട്ടി. അപ്പൊ പി വൈ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ പി വൈ ഇൻറ്റു ബി സി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എ ബി കോസ് തീറ്റ, ഇവിടെ ഒരു ക്വാണ്ടിറ്റി വന്നു, അപ്പൊ എ ബി കോസ് തീറ്റ അല്ലേ. ഈ ഹൈറ്റ് എ ബി ഹൈപ്പോട്ന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഈ ഭാഗം കിട്ടും അല്ലേ. അതായത് ഇത് ബി സി ആണ്. അപ്പം അവിടെ നമ്മൾക്ക് ഇവിടെ ബി സി, എ ബി കോസ് തീറ്റ, അപ്പൊ എ ബി കോസ് തീറ്റ ബി സി ആണ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അതായത് എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ബി സി. അപ്പൊ നമുക്ക് എന്ത് വന്നു? പി സെഡ് ഇസ് ഈക്വൽ ടു പി വൈ, അതായത് പ്രഷർ ഇൻ വൈ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ സെഡ് ഡയറക്ഷൻ, അതല്ലെങ്കിൽ ഡയഗണൽ ഡയറക്ഷൻ. അങ്ങനെ കിട്ടി. ഇനി നമ്മൾക്ക് അടുത്ത കോമ്പണന്റ് റിസോൾവ് ചെയ്യാം. അതായത് പി സെഡ്, ക്യാപിറ്റൽ പി സെഡ് പ്രഷർ ഫോഴ്സ് ഇൻ സെഡ് ഡയറക്ഷൻ ഇൻറ്റു സൈൻ തീറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പി എക്സ് കിട്ടും അല്ലേ. ക്യാപിറ്റൽ പി എക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പി സെഡ് എന്താണ്? ഇവിടെ നമുക്കറിയാം സ്മോൾ പി സെഡ് ഇൻറ്റു എ ബി ഇൻറ്റു 1, സ്മോൾ പി സെഡ് ഇൻറ്റു എ ബി ഇൻറ്റു 1 ഞാൻ നെഗ്ലക്ട് ചെയ്തു, ഇൻറ്റു സൈൻ തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി എക്സ് എന്താണ്? സ്മോൾ പി എക്സ് ഇൻറ്റു എ സി ഇൻറ്റു 1, സ്മോൾ പി എക്സ് ഇൻറ്റു എ സി ഇൻറ്റു 1. ഓക്കെ, അപ്പം നമ്മൾക്ക് എ ബി സൈൻ തീറ്റ എന്താ നോക്കാം. എ ബി സൈൻ തീറ്റ എന്ന് പറയുന്നത്, അതായത് ഹൈപ്പോട്ന്യൂസ് എ ബി ഇൻറ്റു തീറ്റ. ഈ സൈൻ തീറ്റ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എ സി കിട്ടും അല്ലേ. എ സി കിട്ടും. അതായത് എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ സി. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് സ്മോൾ പി സെഡ് ഇസ് ഈക്വൽ ടു, അതായത് പ്രഷർ ഇൻ സെഡ് അല്ലെങ്കിൽ ഡയഗണൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് ഒന്ന് കിട്ടി, ഇവിടുന്ന് മറ്റൊന്ന് കിട്ടി. ഇപ്പൊ പി സെഡ് പി എക്സിനും പി വൈക്കും ഈക്വൽ ആണ് കിട്ടി. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ പി എക്സ് ഇസ് ഈക്വൽ ടു പി വൈ ഇസ് ഈക്വൽ ടു പി സെഡ്. ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോ. അതായത് പ്രഷർ ഇന്റൻസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻ അറ്റ് എ ഫ്ലൂയിഡ് ഇൻ റെസ്റ്റ് ഇസ് സെയിം അല്ലേ. Intensity of pressure at any point in a fluid at rest is same in all direction. ഇനി അടുത്തത്
അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഡിഫറെന്റ് ടൈപ്പ് പ്രഷേഴ്സ് നമുക്ക് പഠിക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് പഠിക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ആ നെയിം തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ്. അറ്റ്മോസ്ഫിയർ എക്സോർട്ട് ചെയ്യുന്ന പ്രഷർ, അല്ലെങ്കിൽ എയർ, നമ്മുടെ എയർ എക്സോർട്ട് ചെയ്യുന്ന പ്രഷർ ഓൺ എർത്ത് സർഫസ്. എയർ എന്ന് പറയുന്നത് അതിന് നമ്മൾക്ക് വെയിറ്റ് ഉണ്ട്. ഓക്കെ, അതിന് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് പിന്നെ എയർ എന്താണ്, അതിൻ്റെ എന്താ പറയുക, കംപ്രസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അതല്ലേ. കംപ്രസിബിൾ ആയിട്ടുള്ള സാധനം ആയത് കാരണം അതെന്ത് പറ്റും, അതിന്റെ ഡെൻസിറ്റി നമ്മൾക്ക് റോജിയാണ് നമ്മുടെ ഇത് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം റോ എന്ന് പറയുന്നത്, അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും എയറിന്റെ. കാരണം അതെന്താണ്, അത് കംപ്രസിബിൾ ആണ്. അതിന്റെ ഹ്യൂമിഡിറ്റി ഒക്കെ അനുസരിച്ച്, ടെമ്പറേച്ചർ ഒക്കെ അനുസരിച്ചിട്ട് ഡെൻസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കാരണം നമ്മൾക്ക് അത് കൃത്യമായിട്ടൊന്നും നമുക്ക് എയറിന്റെ ഒരു വെയിറ്റ് എത്രയാണെന്നൊന്നും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊന്ന് ഒരു ഇക്വാലന്റ് വോള്യൂം ഓഫ്, അല്ലെങ്കിൽ ഇക്വാലന്റ് എന്താ പറയുക, കോളം ഓഫ് ലിക്വിഡ് ആയിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ഈക്വൽ ടു ഇത്ര പ്രഷർ, അല്ലെങ്കിൽ ഇത്ര കോളം ഓഫ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ആസ് പ്രഷർ ഓൺ ഹൈറ്റ് ഓഫ് കോളം ഓഫ് ലിക്വിഡ്. അങ്ങനെയായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെഷർ ചെയ്യും. അപ്പൊ നമ്മളൊരു സീൻ്റെ മുകളിൽ നമ്മൾ ഇതിനെ എത്ര പ്രഷറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു അറ്റ്മോസ്ഫിയർ മുഴുവൻ ഇതിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത്ര ഹൈറ്റിൽ, അപ്പം അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ 103 കിലോ ന്യൂട്ടൺ ഇത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നെന്ന് പറയും. അതായത് മീൻ സീ ലെവൽ, അല്ലെങ്കിൽ സീ ലെവലിന്റെ മുകളിൽ ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ എയർ നിൽക്കുകയാണ്, ഇൻഫൈനൈറ്റ്ലി ആ എയർ നിൽക്കുകയാണെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന ലോഡ് 103 കിലോ ന്യൂട്ടൺ ആണ് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ. അതായത് ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 103 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി അത് ഹൈറ്റ് ഓഫ് കോളം ഓഫ് ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വലന്റ് ടു 10.3 മീറ്റർ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വലന്റ് ടു 760 mm ഓഫ് Hg. Hg എന്ന് പറഞ്ഞാൽ എന്താ, മെർക്കുറി. ഓക്കെ, ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് എന്താണ് ഗേജ് പ്രഷർ നോക്കാം. ഗേജ് പ്രഷർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്കും ഒക്കെ എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തമ്മിൽ പല ബന്ധിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഗേജ് പ്രഷർ എന്താന്ന് നോക്കാം. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറാണ്. യൂസിങ് ഇൻസ്ട്രുമെന്റ്സ് മെഷർ ചെയ്യുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡാറ്റം ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പ്രഷർ ഈ ആക്സിസ് y ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആസ് ഡാറ്റം എടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ എന്ന്. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ 0 ആക്കി എടുക്കും. ഡാറ്റം ആക്കി എടുക്കും എന്ന് പറഞ്ഞാൽ എന്താ, 0 ആക്കി എടുക്കും. അപ്പം ആ ആക്സിസ് വെച്ചിട്ട് എടുക്കുന്നതാണ് ഗേജ് പ്രഷർ. അപ്പം ഇതിന്റെ മുകളിലോട്ടേക്കുള്ള പ്രഷർ എന്തായിരിക്കും, പോസിറ്റീവ് ഗേജ് പ്രഷർ അല്ലെ. താഴോട്ടേക്ക്, ഒരു ആക്സിസിന്റെ താഴോട്ടേക്ക് അപ്പം എന്തായിരിക്കും, നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഗേജ് പ്രഷർ. അതിന് പറയുന്ന വേറെ പേരാണ് വാക്വം പ്രഷർ എന്ന്. ഓക്കെ, അപ്പം ഇതിന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഇതിന് ഡാറ്റം, പ്രഷർ ആസ് ഡാറ്റം ഓർ 0 വാല്യൂ. എന്നിട്ട് അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും അല്ലേ. ആ നെഗറ്റീവിനെ പറയുന്ന പേരാണ് വാക്വം പ്രഷർ. അപ്പൊ അത് അത്ര സിമ്പിൾ ആണ്. ഇനി അടുത്തത് അബ്സല്യൂട്ട് പ്രഷർ. എന്താണ് അബ്സല്യൂട്ട് പ്രഷർ? ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ plus gauge pressure. Easily understood by this figure. See here, ഇതിൽ നമ്മൾ അബ്സല്യൂട്ട് 0 പ്രഷർ ആണ് ഇവിടുത്തെ നമ്മുടെ ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ, ഇത് രണ്ടും അബ്സല്യൂട്ട് പ്രഷറാണ്, ഇതും. അപ്പൊ എന്താണ്, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുത്തു അല്ലെ, അത് പ്ലസ് പോസിറ്റീവ് ഗേജ് പ്രഷർ ആണ് ഇവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ കാണുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇത്ര വാല്യൂ. ഇനി നെഗറ്റീവ് ഗേജ് പ്രഷറിന്റെ കേസ് ആണെങ്കിൽ എന്ത് വരും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഈ ഗേജ് പ്രഷർ, അതായത് ഈ നെഗറ്റീവ് ഗേജ് പ്രഷർ മൈനസ് ചെയ്യണം അല്ലെ. അതായത് ഈ പ്ലസിന്റെ അർത്ഥം എന്താണ്, ഗേജ് പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവും വരും. ഓക്കെ, ഇതിന്റെ അരിത്തമെറ്റിക് അതാണ് algebraic sum of atmospheric pressure and gauge pressure ആണ് absolute pressure. അപ്പം ഇതൊരു പ്ലസ് ഓർ മൈനസ് പോലെയാണ്. അതായത്
ഗേജ് പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, ഇഫ് ഗേജ് പ്രഷർ ഇസ് നെഗറ്റീവ് ദിസ് ഇസ് നെഗറ്റീവ് അല്ലേ? അതായത് സോറി, ഗേജ് പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് വരും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് പോസിറ്റീവ് ഗേജ് പ്രഷറാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ, അതായത് ഈ വാല്യൂ. ഇനി സപ്പോസ് ഗേജ് പ്രഷർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഗേജ് പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ താഴോട്ട് പോയി, ഇതാണ് നെഗറ്റീവ് ഗേജ് പ്രഷറിന്റെ വാല്യൂ. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് ഗേജ് പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മൈനസ് ചെയ്യുക, ഇത്ര വാല്യൂ ചെയ്താലാണ് നമുക്ക് ഇത്ര ബാക്കി വാല്യൂ കിട്ടുക. അതാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ ഈ കേസിൽ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഗേജ് പ്രഷർ. ഓക്കെ, ഇപ്പൊ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഗബ്രൈറ്റ് സം ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ ആണ്. ഇത് പ്ലസ് ഓർ മൈനസ് സൈൻ ആണ് ആക്ച്വലി. പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ഇടണം, നെഗറ്റീവ് ഗേജ് പ്രഷർ വരുമ്പോൾ നെഗറ്റീവ് ഇടണം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഈ വീഡിയോ ലെക്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇട്ടപാടെ തന്നെ ചിലപ്പം ക്വസ്റ്റ്യൻസ് ഇടില്ലായിരിക്കും ലിങ്കിൽ, പക്ഷെ തീർച്ചയായിട്ടും ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ലിങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. അതൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട്, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.